വിശുദ്ധ ഗീവർഗീസ് സഹദ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട്. റോമൻ പടച്ചട്ടയണിഞ്ഞ് കുതിരപ്പുറത്തിരുന്ന് രൗദ്രതയോടെ വായ് പിളർന്ന് നിൽക്കുന്ന ഒരു വ്യാളയുടെ ഉള്ളിലേക്ക് കുന്തം കുത്തിയിറക്കുന്ന ആ വീരയോദ്ധാവിന്റെ ചിത്രം. എന്നാൽ ഈ ചിത്രത്തിന് പിന്നിൽ 10-ാം നൂറ്റാണ്ടിന് ശേഷം രൂപപ്പെട്ട ഒരു ഐക്കൺ ചരിത്രമുണ്ടെന്ന് നമ്മൾ എത്ര പേർക്കറിയാം? സഭയുടെ പാരമ്പര്യത്തിൽ ഐക്കണുകൾ വരയ്ക്കുകയല്ല, മറിച്ച് എഴുതുകയാണ് ചെയ്യുന്നത്. കാരണം ഐക്കണിലെ ഓരോ വരയും നിറവും ആഴമേറിയ പ്രതീകങ്ങളാണ്. 10-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഐക്കണുകളിലാണ് വിശുദ്ധൻ വ്യാളിയെ കൊല്ലുന്ന ചിത്രം നാം കാണുന്നത്. ഇവിടെ വ്യാളി എന്നത് സഭയെ ആക്രമിക്കുന്ന ശത്രുക്കളുടെയോ തിന്മയുടെയോ പ്രതീകമാണ്. അവിടെ ഭയചകിതയായി നിൽക്കുന്ന രാജ്ഞി പരിശുദ്ധ സഭയെ പ്രതിനിധീകരിക്കുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഐക്കണുകളിലെ പ്രതീകാത്മകമായ അർത്ഥം ഗ്രഹിക്കുന്നതിൽ വായനക്കാർക്ക് പാളിച്ച സംഭവിച്ചു. ഐക്കണുകൾ കൈമാറാൻ ശ്രമിച്ച യഥാർത്ഥ സന്ദേശത്തിന് പകരം ചിത്രത്തിൽ കണ്ടതിനെ അവർ അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചു. ഇതിന്റെ ഫലമായാണ് വിശുദ്ധൻ ഒരു വ്യാളിയെ കൊന്നു എന്ന തരത്തിലുള്ള കെട്ടുകഥകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ 10-ാം നൂറ്റാണ്ടിന് മുൻപുള്ള ഐക്കണുകളിൽ വിശുദ്ധ ഗീവർഗീസിനെ ഒരു സാധാരണ ഭടനായി മാത്രമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നത് ഈ മാറ്റത്തെ അടിവരയിടുന്നു. 3-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഗീവർഗീസ് സഹദ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന ഒരു യുവ സൈനിക മേധാവിയായിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ അദ്ദേഹം നിയുക്തനായി. എന്നാൽ തന്റെ ലൗകിക നേട്ടങ്ങളെക്കാൾ അദ്ദേഹം വിലമതിച്ചത് ക്രിസ്തീയ വിശ്വാസത്തെയായിരുന്നു. ക്രിസ്തീയ വിരുദ്ധമായ രാജകീയ വിളംബരങ്ങൾ പരസ്യമായി വലിച്ചു കീറി പ്രതിഷേധിച്ച അദ്ദേഹം തന്റെ സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞു. വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിനാൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. സഭയെ അതിന് ശത്രുക്കളിൽ നിന്ന് കാക്കുന്ന കരുത്തുറ്റ പോരാളിയാണ് വിശുദ്ധ ഗീവർഗീസ്. ആ രൂപം വ്യാളിയെ കൊല്ലുന്നത് തന്റെ വിശ്വാസം കൊണ്ടാണ്. കെട്ടുകഥകൾക്കപ്പുറം പദവികൾ ഉപേക്ഷിച്ചും വിശ്വാസത്തിനായി നിലകൊണ്ട ആ വിശുദ്ധന്റെ ഓർമ്മകൾ നമുക്ക് കരുത്തേക്കട്ടെ. എല്ലാവർക്കും വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ പെരുന്നാൾ ആശംസകൾ.